കാനഡയിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആശങ്ക. സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് സർക്കാർ സർവീസിൽ വൻ വെട്ടിക്കുറയ്ക്കൽ. നാച്ചുറൽ റിസോഴ്സസ് കാനഡയിൽ നിന്ന് 2029ഓടെ 400 തസ്തികകൾ ഇല്ലാതാകും. ഇതിന്റെ ഭാഗമായി 700 ജീവനക്കാർക്ക് നോട്ടീസ് നൽകി. 2025 ഫെഡറൽ ബജറ്റിലെ നിർദ്ദേശപ്രകാരം $1.8 ബില്യൺ സമ്പാദ്യം കണ്ടെത്താനാണ് ഈ നടപടി. ഇതിന്റെ ഭാഗമായി 2 ബില്യൺ ട്രീ പ്രോഗ്രാം, ഗ്രീനർ ഹോംസ് ഗ്രാന്റ് തുടങ്ങിയ പദ്ധതികൾ നിർത്തലാക്കും. ഭരണപരമായ ജോലികൾക്ക് AI സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്താനും ആലോചനയുണ്ട്. നിർബന്ധിത പിരിച്ചുവിടലുകൾക്ക് പകരം മറ്റു വകുപ്പുകളിലേക്ക് പുനർവിന്യാസം നടത്താനോ വോളണ്ടറി റിട്ടയർമെന്റ് നൽകാനോ ആണ് സർക്കാർ ശ്രമിക്കുന്നത്. ഈ പ്രതിസന്ധി നാച്ചുറൽ റിസോഴ്സ് കാനഡയിൽ മാത്രം ഒതുങ്ങില്ല. 2029ഓടെ ഫെഡറൽ സർവീസിലെ ആകെ ഉദ്യോഗസ്ഥരുടെ എണ്ണം 3.3 ലക്ഷമായി കുറയ്ക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതോടെ വിവിധ വകുപ്പുകളിലായി ഏകദേശം 40,000 തൊഴിലവസരങ്ങൾ ഇല്ലാതാകും. കാനഡയിലെ മലയാളി ശബ്ദം.